പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമുക്കൊരു സ്മാർട്ട് ടി വി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ പ്ലേ സ്റ്റോർ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഐ ഡി വെച്ച് നമ്മൾ ലോഗിൻ ചെയ്താൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് സ്മാർട്ട് ടി വിയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ സ്മാർട്ട് ടി വിയെക്കുറിച്ച് 1-2 വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് അറിവുകൾക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ സ്മാർട്ട് ടി വി ഓൺ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആൻഡ്രോയിഡ് സെക്ഷനിൽ നമ്മൾ നേരെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നമുക്കിവിടെ അക്കൗണ്ട് ആൻഡ് സൈനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ഗൂഗിളിൽ നേരത്തെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് താഴെ ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു ആഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കിത് നമ്മുടെ ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും വെച്ച് മറ്റൊരു അക്കൗണ്ടിൻ്റെ മെയിൽ ഐ ഡി വെച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യാം. അത് പോയിട്ട് താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മൊബൈലിലേക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഒക്കെ കൊടുത്ത് നമുക്ക് കയറാവുന്നതാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ചോദിച്ച് അതിൽ OTP കാര്യങ്ങളൊക്കെ വന്ന് അത് ശകലം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കേസാണ്. അതിനേക്കാളും നമുക്ക് എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഒരു ID ക്രിയേറ്റ് ചെയ്യുക. എന്തായാലും ID ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ID നമ്മൾ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ ചെയ്തു വച്ചിരുന്ന നമ്മുടെ മൊബൈലിൽ ഒരു ID ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മെയിൽ ID വെച്ച് ഞാനിത് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. അതിനായി ഞാനിപ്പോൾ ആ മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഈ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഗോ കൊടുത്താൽ മതി. കീപാഡിൽ നമ്മൾ ഗോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അടുത്ത് കാണിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെ കൊടുത്ത നമ്മുടെ ഫോണിൽ ചെയ്തപ്പോൾ കൊടുത്ത അതേ പാസ്വേഡ് നമ്മൾ കൊടുക്കുക. അത് തെറ്റാതെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ശേഷം നമ്മൾ വീണ്ടും ഗോ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതിൽ ഒരു അക്കൗണ്ട് ഉള്ളതിൻ്റെ പേരിലാണ് രണ്ടാമത്തെ ഒരു അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി സ്മാർട്ട് ടി വിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.